ഇന്ത്യൻ വ്യോമാതിർത്തി സുരക്ഷിതമാക്കുകയും സായുധ സംഘട്ടനങ്ങളിൽ വ്യോമയുദ്ധം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രാഥമിക ദൗത്യം. എണ്ണമറ്റ ത്യാഗങ്ങളും സമർപ്പണവും ശൗര്യവും കൊണ്ട് നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായി നിലനിർത്തുന്ന നമ്മുടെ വ്യോമസേനയുടെ ധീരതയെ നമുക്ക് അഭിവാദ്യം ചെയ്യാം. Hey all! October 8th, Indian Air Force Day. Let's see some PSC questions about Air Force. Indian Air Force Day രൂപീകൃതമായത് എന്ന്. ഉത്തരം 1932 ഒക്ടോബർ 8. ഇന്ത്യൻ വ്യോമസേനയുടെ സദേൺ കമാൻഡ് ആസ്ഥാനം. ഉത്തരം തിരുവനന്തപുരം. വ്യോമസേനയുടെ ഓണററി ക്യാപ്റ്റൻ എന്ന പദവി ലഭിച്ച ആദ്യ കായിക താരം. ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. എയർഫോഴ്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഹൈദരാബാദ്. യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഉത്തരം APJ അബ്ദുൽ കലാം. വെസ്റ്റേൺ എയർഫോഴ്സ് കമാൻഡ് ആസ്ഥാനം. ഉത്തരം ഡൽഹി. വ്യോമസേനയിലെ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് സ്ഥാനം ഏതാണ്? ഉത്തരം ചീഫ് മാസ്റ്റർ സർജന്റ്. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? ഉത്തരം ആവണി ചതുർവേദി. ഇന്ത്യൻ വ്യോമസേനയുടെ പിതാവ് ആരാണ്? ഉത്തരം സുബ്രത മുഖർജി. റാഫേൽ എന്ന യുദ്ധവിമാനം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ മേടിച്ചത്? ഉത്തരം ഫ്രാൻസ്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി റഷ്യയിൽ നിന്ന് വാങ്ങിയ വിമാനത്തിൻ്റെ പേര്? ഉത്തരം സുഖോയ്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിമാനം? ഉത്തരം തേജസ്. ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതാര്? ഉത്തരം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. ഇന്ത്യൻ എയർഫോഴ്സിൽ വനിതകളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത് എന്ന്? ഉത്തരം 1991 മുതൽ. അഭ്യാസ പ്രകടനങ്ങൾക്കായുള്ള ഇന്ത്യൻ എയർഫോഴ്സിലെ പ്രത്യേക വിഭാഗം? ഉത്തരം ടീം സൂര്യകിരൺ. എയർഫോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കോയമ്പത്തൂർ. ഏറ്റവും കൂടുതൽ എയർ ബേസുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ ഫ്ലൈയിങ് ഓഫീസർ ആര്? ഉത്തരം അഞ്ജലി ഗുപ്ത. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത വിമാനം? ഉത്തരം നേത്ര.